സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്കിടയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യക്കാരെ തന്നെ പാകിസ്ഥാൻ ഭീകരർ അവിടെ തിരഞ്ഞെടുത്തതായിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇന്ത്യ തകർത്ത ഭീകര ശൃംഖല ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, പുറത്തുനിന്ന് ഭീകരർ വേണ്ട എന്നും ഇന്ത്യക്കുള്ളിൽ തന്നെ സ്ലീപ്പർ നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാനായിരുന്നു ഇവർ നീക്കം നടത്തിയത്. അതിർത്തി കടന്ന ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിന് പകരമായി തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമാകുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, ആക്രമണ ശൃംഖല തീർക്കുക എന്ന ലക്ഷ്യം ഇവിടെ നടപ്പാക്കാനായിരുന്നു ഇവർ ശ്രമിച്ചത്. ഓഗസ്റ്റ് 12-ന് 14 സംസ്ഥാനങ്ങളിലായി തന്നെ നടന്ന വ്യാപകമായ ഓപ്പറേഷനിലൂടെ തന്നെ ഈ ശൃംഖലയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന 200-ലധികം പേരെ ഇവിടെ പിടികൂടിയതായി തന്നെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ISI പിന്തുണയുണ്ട് എന്ന ആരോപണം നേരിടുന്ന ഈ നെറ്റ്വർക്കിന്റെ ആ പ്രവർത്തന രീതി ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിൽ പുതിയ വെല്ലുവിളിയാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാ സേനകൾ ശക്തമായ നിരീക്ഷണം നടത്തുന്ന സാഹചര്യത്തിൽ പ്രാദേശികമായി തന്നെ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് സംഘത്തിലേക്ക് ചേർക്കുന്നതാണ് ഈ നെറ്റ്വർക്കിന്റെ ഒരു തന്ത്രം എന്നതാണ് വിവരം. വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും ഗുണ്ടാ സംഘങ്ങളുമായി തന്നെ ബന്ധമുള്ളവരെയും റിക്രൂട്ട് ചെയ്യാൻ ഇവിടെ ശ്രമിച്ചുവെന്നും സ്ത്രീകളെയും അവിടെ പ്രായപൂർത്തിയാകാത്തവരെയും ശൃംഖലയുടെ ഭാഗമാക്കാൻ നീക്കമുണ്ട് എന്നതായിരുന്നു ഇവിടെ അന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നടത്താനുള്ള ആക്രമണങ്ങൾക്ക് അതിർത്തി അവിടെ കടന്നെത്തുന്ന ഭീകരരെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്കെതിരെ തന്നെ ഉപയോഗിക്കുക എന്നൊരു തന്ത്രമാണ് ഷെഹസാദ് ഭട്ടി നെറ്റ്വർക്ക് ആസൂത്രണം ചെയ്തതും. അതിനായി തന്നെ ഇന്ത്യക്കാരെ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഹിന്ദു, സിഖ് മതവിഭാഗങ്ങളിലുള്ളവരും അതുപോലെ തന്നെ സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഉൾപ്പെടെ തന്നെ ഈ സംഘത്തിലേക്ക് അവർ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ഗുണ്ടാ സംഘങ്ങളെയാണ് ഇവർ പ്രധാനമായും തന്നെ റിക്രൂട്ട് ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്തവരെയും സംഘം അവിടെ തങ്ങൾക്കൊപ്പം തന്നെ ചേർക്കുകയും ചെയ്തു. സൈനിക താവളങ്ങൾ, വ്യോമസേനാ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, തിരക്കേറിയ പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ ഇവർ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറുന്നവർക്ക് 10,000 രൂപ മുതൽ 12,000 രൂപ വരെ പ്രതിഫലവും സംഘം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്നുകൊണ്ട് രാജ്യത്തുടനീളം നടന്ന സംയുക്ത ഓപ്പറേഷനിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ, അതായത് 62 പേരാണ് ഇതിൽ അവിടെ പിടിയിലായിരിക്കുന്നത്. ഹരിയാനയിൽ നിന്ന് 52 പേരും ഡൽഹിയിൽ നിന്ന് 51 പേരും പഞ്ചാബിൽ നിന്ന് 44 പേരും അറസ്റ്റിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2 പേരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇവരെ കൂടാതെ തന്നെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, കർണാടക, ഗുജറാത്ത്, ബീഹാർ, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും ഭീകര ബന്ധമുള്ളവരെ പിടികൂടിയിട്ടുണ്ട്. രാജ്യത്തുടനീളം ഗ്രനേഡ് ആക്രമണങ്ങൾ, IED സ്ഫോടനങ്ങൾ, പെട്രോൾ ബോംബ് ആക്രമണങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ടാർഗറ്റഡ് കൊലപാതകങ്ങൾ എന്നിവ നടത്താൻ ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നതായിട്ടാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ, പ്രതിരോധ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതിനും CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ചാരവൃത്തി നടത്തുന്നതിനും ഇവർ പ്രാദേശിക ഏജന്റുകളെ ഉപയോഗിച്ചിരുന്നു. പിടിയിലായവരിൽ നിന്ന് IED ബോംബുകൾ, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനൈഡുകൾ, പിസ്റ്റലുകൾ, വെടിയുണ്ടകൾ, ചാരവൃത്തിക്കായി തന്നെ ഉപയോഗിച്ച CCTV ക്യാമറകൾ എന്നിവയാണ് കണ്ടെടുത്തത്. ഇവർക്കെതിരെ UAPA ആയുധ നിയമം, സ്ഫോടക വസ്തു നിയമം എന്നിവ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം 80-ലധികം FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷെഹസാദ് ഭാട്ടിക്കെതിരെ തന്നെ നിരവധി കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷണം നടത്തി അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ നടത്തി വരികയാണ് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.